ജന്തർ മന്ദറിൽ വീണ്ടും സമരത്തിനിറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദർ സീസൺ 2 എപ്പോൾ ആരംഭിക്കുമെന്ന നിരവധി പേരുടെ ഇൻസ്റ്റാഗ്രാം ചോദ്യങ്ങൾക്ക് മറുപടിയുമായി CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സീസൺ 2 ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഏത് വിഷയത്തെ മുൻനിർത്തിയാണ് അടുത്ത സമരം, അതുപോലെ തന്നെ എപ്പോഴാണ് സമരം ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ CJP ഇതുവരെയായും വ്യക്തമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ CJP ഇതിനകം ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് CJP ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെങ്കിലും സമരത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നതാണ് നേതൃത്വം വ്യക്തമാക്കിയത്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ സമരം ഹൈജാക്ക് ചെയ്യുവാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ അവരുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നതാണ് CJPയുടെ ഇപ്പോഴത്തെ നിലപാട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിനായി പുതിയൊരു ക്യാമ്പയിനും CJP ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്വന്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നേരിട്ടെത്തി ടോയ്ലറ്റ് സൗകര്യമുണ്ടോ, ഉച്ചഭക്ഷണം കൃത്യമായി ലഭിക്കുന്നുണ്ടോ, ശുദ്ധജലം ലഭ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് അഭിജിത്തിൻ്റെ ആഹ്വാനം. വീഴ്ചകൾ കണ്ടെത്തിയാൽ അവ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വെറുമൊരു ക്യാമ്പയിൻ മാത്രമല്ല, രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുവാനുള്ള ശ്രമം കൂടിയാണ് എന്നതാണ് CJP പറയുന്നത്. കാരണം ഉത്തർപ്രദേശ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ സ്കൂളിലേക്ക് റോഡ് വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനും CJPയുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഷേധവുമായി രംഗത്തെത്തിയ കുട്ടികളെ അഭിനന്ദിച്ച അഭിജിത്ത് ദീപ്കെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ദശാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു എന്നതാണ് വിമർശിച്ചത്. CJPയുടെ വളണ്ടിയർ യോഗം പോലും തടയുവാൻ BJP ശ്രമിക്കുന്നുവെന്നുള്ള അതീവ ഗുരുതരമായ ആരോപണവും അഭിജിത്ത് ഉന്നയിക്കുന്നുണ്ട്. ഡൽഹിയിലെ വളണ്ടിയർമാരുടെ യോഗം നടത്തുവാൻ ഒരു ഹാൾ കണ്ടെത്താൻ പോലും വലിയ ബുദ്ധിമുട്ട് നേരിട്ടെന്നതാണ് പറയുന്നത്. ഹാൾ ഉടമകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. CJPക്ക് ഹാൾ വിട്ടു നൽകരുതെന്ന് തങ്ങൾക്ക് ഹാൾ അനുവദിച്ച ഉടമക്ക് ആ യോഗ ദിവസം തന്നെ രാവിലെ ഒരു ഭീഷണി ലഭിച്ചു എന്നതാണ് അഭിജിത്ത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ യുവാക്കളെ BJP ഭയപ്പെടുത്തുകയാണെന്നൊരു പരിഹാസവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ജന്തർ മന്ദറിൽ നടന്ന ആദ്യ സമരത്തിലൂടെ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയ CJP ഇനി എന്താണ് ലക്ഷ്യമിടുന്നത്, എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്? വിദ്യാഭ്യാസം, പരീക്ഷാ ക്രമക്കേട്, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ, സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് സമരത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ വ്യാപിപ്പിക്കുവാനാണോ നീക്കം എന്ന ചർച്ചയും ശക്തമാണ്. ജന്തർ മന്ദർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നതോടെ ഇനി എല്ലാവരുടെയും കണ്ണുകൾ അങ്ങ് ഡൽഹിയിലേക്കാണ്. സമരത്തിൻ്റെ വിഷയം എന്തായിരിക്കും, എപ്പോഴായിരിക്കും അടുത്ത പോരാട്ടം, ഇത്തവണ CJPക്ക് എത്രത്തോളം യുവജന പിന്തുണ ലഭിക്കുമെന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.